ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുസ്തകം അമ്മയ്ക്കൊരുമ്മ. സാക്ഷി ഈ വർഷം മറ്റുള്ളവരിൽ നിന്ന്, അതായത് ഗ്രൂപ്പിലെ എഴുത്തുകാരിൽ നിന്നും സമാഹരിച്ച കവിതകൾ ചേർത്ത് തുന്നിക്കെട്ടിയ പുസ്തകമാണ് അമ്മയ്ക്കൊരുമ്മ കവിതാ സമാഹാരം. ഇതിന് മുഖ്യമന്ത്രി, അതുപോലെ തന്നെ പ്രസിഡന്റ്, അതുപോലെ അനസ്ബി ഇവരുടെയൊക്കെ ആശംസകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതിനെ അവതാരിക എഴുതിയിട്ടുള്ളത് കാനം ജയകുമാറാണ്. ഇതിലെ കവിതകളെല്ലാം തന്നെ നല്ല കവിതകളാണെന്നാണ് കാനം ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാ കവിതകളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ചുരുക്കം ചില കവിതകളൊക്കെ അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ദാസ് ഭട്ടതിരിയുടെ, അജിമോൾ ആറിയുവിൻ്റെ, കുമ്പായിക്കുളം ശ്രീകുമാർ തുടങ്ങിയ ആളുകളുടെ കവിതകൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പേര് എപ്പോഴും നമുക്ക് സ്വീകാര്യമായ പേരാണ്, അമ്മയ്ക്ക് ഒരു ഉമ്മ. കാരണം എക്കാലവും നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അമ്മയ്ക്ക് ഒരു ഉമ്മ, ഒരു മുത്തം നൽകുക. അത്ര സുഖകരമായ ഒരു സംഭവം വേറെ ഇല്ലല്ലോ. മാത്രമല്ല, കുട്ടികളെ അമ്മ സ്നേഹിക്കുമ്പോഴും ആ കുട്ടിയിൽ നിന്ന് അമ്മ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ നറുപുഞ്ചിരിയും കവിളിൽ കിട്ടുന്ന ഉമ്മയും ഒക്കെ തന്നെയാണ് ഒരു വളർത്തുന്ന ആൾ എന്ന നിലയിൽ അമ്മയ്ക്കുള്ള സന്തോഷം. അപ്പോൾ ഇതിലൊരുപാട് അമ്മ കവിതകളുണ്ട്. ഇതെല്ലാം അമ്മ കവിതകളാണ്, അമ്മയെ കുറിക്കുന്ന കവിതകളാണ്. അപ്പോൾ എല്ലാ കവിതകളും, അതായത് അമ്മയെക്കുറിച്ച് എത്ര എഴുതിയാലും മതി വരില്ല. കാരണം ഈ സമൂഹത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവളും സമൂഹത്തിനെ നല്ലതാക്കി തീർക്കുന്നതിൻ്റെ അടിസ്ഥാനവും അമ്മ തന്നെയാണ്. സമൂഹം അച്ചടക്കമുള്ളതാണെങ്കിൽ അവിടെ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ നല്ലമ്മ പെറ്റവരായിരിക്കും. അപ്പം നല്ലമ്മയുടെ മക്കളാണ് ഈ കവിതകളൊക്കെ എഴുതിയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമ്മയെക്കുറിച്ച് വാതോരാതെ പറയാനും എഴുതാനും ഓരോ എഴുത്തുകാരനും സാധിക്കുമെന്നുള്ളതാണ്. അപ്പം ഇത് അമ്മയെക്കുറിച്ചുള്ള കവിതയാണ്. ഒരു സമൂഹം നന്നാകുന്നതിൻ്റെ അടിസ്ഥാനം അമ്മയാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതിൽ എൻ്റെ കവിതയില്ല, ഞാൻ കവിത കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഏതെങ്കിലും ഒരു കവിത വായിക്കാം. ഇതിൽ അമ്മ പ്രൊഫസർ സച്ചിദാനന്ദൻ്റെ കവിത ഇതിലുണ്ട്. സച്ചിദാനന്ദൻ എന്താണ് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാരണം ഗദ്യകവിതയാണ്. ആ ഗദ്യകവിത നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ അമ്മ ധ്രുവ നക്ഷത്രമല്ല, ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രം. താണു പോകുന്ന ഒരു താരാട്ട്. അവർ വടക്കൻ പാട്ടിലെ വീരനായികയല്ല,
അവർ പൊരുതിയത് അടുക്കളയിലെ പച്ചപുറകിനോടും അലുക്ക് തൊട്ടയിലെ കട്ട വിരിപ്പിനോടും കുട്ടികളെ വിഴുങ്ങാൻ വന്ന പട്ടിണിയോടും മാത്രം. അവർ താമരയിലയിൽ പ്രേമലേഖനങ്ങൾ എഴുതിയില്ല. നാൾ വഴി പുസ്തകത്തിൽ കൂടി വരുന്ന ചെലവും കൂടാതെ നിൽക്കുന്ന വരവും പൊരുത്തപ്പെടുത്തുവാൻ ശ്രമിച്ച് വശം കെടുക മാത്രം. പച്ചവെള്ളം തിന്ന് പാലിട്ടുണ്ടാക്കിയ പണം കൊണ്ട് അവർ 5 കുട്ടികളെ പുലർത്തി. പച്ചവെള്ളം തിന്ന് പാല് വിറ്റുണ്ടാക്കിയ പണം കൊണ്ട് അവർ 5 കുട്ടികളെ പുലർത്തി. 2 പേരെ വഴിയിൽ വെച്ച് കൂഴ കൊണ്ടുപോയി. അമ്മയെ അടിമുടി അറിയാമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്നു. ഓർത്തു നോക്കുമ്പോൾ എത്ര കുറച്ചു മാത്രമേ എനിക്കറിയൂ എന്നറിയുന്നു. അമ്മയ്ക്ക് വലിയമ്മയെയും ചെറിയമ്മയെയും പോലെ ഭ്രാന്തില്ല. എങ്കിലും അവർ അന്യരുടെ മുമ്പിലും ഗൗളിയെപ്പോലെ ആത്മഗതം ചെയ്യുന്നതും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആലില പോലെ പിറുപിറുക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. കോമതിപ്പശു മരിച്ച ദിവസവും, ചേട്ടന് ഫീസ് കൊടുക്കാൻ ഓട്ടുപാത്രങ്ങൾ പണയം വെച്ച ദിവസവും, സഹായം ചോദിച്ചതിന് അമ്മാവൻ അവരെ ആട്ടി ഓടിച്ച ദിവസവും, അച്ഛൻ തീർത്ഥാടനത്തിൽ മരിച്ച വാർത്ത വന്ന ദിവസവും, അമ്മ ചായപ്പിലെ ദൈവങ്ങളോട് വഴക്കു കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവങ്ങളുടെ മറുപടി കേൾക്കാൻ ഞാൻ ഒളിച്ചിരുന്നു. അമ്മയുടെ തേങ്ങലല്ലാതെ മറ്റൊരു ശബ്ദവും ഞാൻ കേട്ടില്ല. അമ്മ ഏറെയും സംസാരിച്ചിരിക്കുന്നത് പശുവിനോടും പട്ടിയോടും കോഴിയോടും കാക്കയോടും തൊടിയിലെ മരങ്ങളോടുമായിരുന്നു. അനാഥമാക്കിയ മനുഷ്യരോട് അവരെങ്ങനെ പകരം വീട്ടി? അമ്മ വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. അനാഥരാക്കിയ മനുഷ്യരോട് അവരങ്ങനെ പകരം വീട്ടി. അമ്മ വെറുതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. രക്തസമ്മർദ്ദവും ചുമയും കിതപ്പും ഒന്നിച്ച് ശ്വാസം മുട്ടിക്കുന്ന ഈ 80-ലും അവർ പാടത്തെ തൊടിയിലോ പശുത്തൊഴുത്തിലോ കുട്ടികളെ കുളിപ്പിച്ച തൻ്റെ കൈകൾ അഴുക്കാക്കുന്നു. ചിലപ്പോൾ കൊയ്യുന്നു, ചിലപ്പോൾ മെതിക്കുന്നു, ചിലപ്പോൾ ചേറിക്കൊഴിക്കുന്നു. പതിരിനിടയിൽ ഒരു നല്ല നെൽമണി തിരക്കുന്നു. ചിലപ്പോൾ ചേറിക്കൊഴിക്കുന്നു. പതിരിനിടയിൽ ഒരു നല്ല നെൽമണി തിരക്കുന്നു. വരുംകാലത്തിന് 100 മേനി വിളയിക്കുവാൻ കുട്ടികളെ കൺമുന്നിൽ വെച്ച് തീപിടിച്ച വൈക്കോൽ തുരുമ്പ് പോലെ അവർ ഈ ഞൊടി ചാരമാകുന്നു. ചക്രം ചവിട്ടുന്ന കുളം പോലെ കാണെ വറ്റുന്നു. എണ്ണ തീർന്ന പട്ടട പോലെ പൊട്ടുന്നു. ഇപ്പോഴേ എനിക്ക് കാണാം അമ്മ ആകാശത്തെ കറുമ്പിപ്പൈക്കളുടെ പിറകെ ഓടുന്നത്, ചന്ദ്രൻ്റെ തട്ടിമറിഞ്ഞ പാൽപാത്രം നേരെ വയ്ക്കുന്നത്, അന്യഗ്രഹങ്ങളിൽ പശുവിന് പുല്ലു തേടി അലയുന്നത്, നക്ഷത്രങ്ങളെ ചേറ് വൃത്തിയാക്കുന്നത്, പറന്നു നടക്കുന്ന ആത്മാക്കളോട് സംസാരിക്കുന്നത്, സൂര്യൻ പുലരിക്കതിരുകളിലൂടെ പേരക്കിടാങ്ങളെ തഴുകാൻ കൈനീട്ടുന്നത്, ചാറ്റൽ മഴയിലൂടെ ലോകത്തിൻ്റെ പോക്കിനെക്കുറിച്ച് പിറുപിറുക്കുന്നത്, ഇടിമിന്നലിൻ്റെ പൂക്കല പിടിച്ച് തള്ളുന്നത്, ഇടിമുഴക്കത്തിലൂടെ നാളെയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. പ്രൊഫസർ സച്ചിദാനന്ദൻ ആദ്യ ഭാഗത്ത് തൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് അമ്മ ഒരു ധ്രുവ നക്ഷത്രമല്ല എന്നാണ്. സത്യത്തിൽ അമ്മ ധ്രുവ നക്ഷത്രമാണ്. ധ്രുവൻ എങ്ങനെയുണ്ടായത്? അച്ഛൻ്റെ മടിയിൽ ഇരിക്കാൻ നിഷേധിച്ചപ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ എന്ത് ചെയ്യപ്പെടണം, കയറി നിൽക്കണമെന്ന് അമ്മ അനുശാസിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ എന്ത് ചെയ്തതാണ്? കഠിനാധ്വാനം വഴിയാണ് ധ്രുവനായത്, ധ്രുവ നക്ഷത്രമായത്. ഉത്തരാർദ്ധഗോളത്തിൽ ഉയർന്നു നിൽക്കുക അമ്മ ധ്രുവ നക്ഷത്രം തന്നെയാണ്. അല്ലെങ്കിൽ നക്ഷത്രക്കൂട്ടത്തിലാണ് അവസാനമായിട്ട് ആര് കാണുന്നത്? സച്ചിദാനന്ദ സാറ് അമ്മയെ കാണുന്നത്. ആകാശഗംഗയിൽ ഓടിക്കളിക്കുന്ന അമ്മയെ, നക്ഷത്രങ്ങൾ ചേറിപ്പൊറുക്കുന്ന അമ്മയെ, ആത്മാക്കളോട് സല്ലപിക്കുന്ന അമ്മയെ, പേരക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന അമ്മയെ, അങ്ങനെ അമ്മയാകുന്ന ആത്മാവിനെ നക്ഷത്രങ്ങൾക്കിടയിൽ നിന്ന്
കാണുന്ന സച്ചിദാനന്ദ സാർ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന അമ്മ ധ്രുവനക്ഷത്രമല്ല, ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രം എന്നാണ്. അപ്പോൾ ഒരു പക്ഷേ അത് ശരിയാവാം. കാരണം അമ്മയാകുന്ന മനസ്സിന് മാത്രമേ ഇത്തരത്തിലുള്ള ചഞ്ചലമായ നിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കൈനീട്ടാൻ കഴിയും, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ ഇതിലെല്ലാം തന്നെ അദ്ദേഹം പറയുന്ന ആദ്യകാല സ്ത്രീകളൊന്നും തന്നെ പ്രണയലേഖനം എഴുതിയിട്ടുണ്ടാവാനിടയില്ല. കാരണം അക്ഷരം അന്യമായിരുന്നൊരു കാലഘട്ടം. മാത്രമല്ല അടുക്കളയിലെ 4 കല്ലുകളിനോട് അല്ലെങ്കിൽ 3 കല്ലിനോടും അതുപോലെ ചട്ടിയോടും എന്ത് ചെയ്യുമ്പോൾ കലഹിച്ച് ജീവിക്കാനേ അവർക്ക് വിധിയുണ്ടായിരുന്നു. കാരണം അരിയും പരിപ്പും ഒന്നും തന്നെ ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിൽ മക്കളെ പെറ്റു വളർത്തുക. അപ്പോൾ അത്രയും മക്കളുണ്ടായിട്ടുണ്ട്, അതിൽ കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ട്. അപ്പം ജീവിതത്തിൻ്റെ ഈ ഘട്ടങ്ങളെ കടന്നു പോകാൻ അമ്മ ഓട്ടുപാത്രങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അമ്മാവന്മാരുടെ അരികിൽ കൈ നീട്ടി നിന്നിട്ടുണ്ട്. അതെല്ലാം മക്കളുടെ വയറ് നിറയ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ഫീസിന് വേണ്ടി മാത്രമായിരുന്നു. അഭിമാനം പോലും വിൽക്കാൻ അമ്മ തയ്യാറായി എന്നാണ് സച്ചിദാനന്ദ സാറ് പറയുന്നത്. അച്ഛൻ തീർത്ഥാടനത്തിൽ മരിച്ച വാർത്ത വന്ന ദിവസവും അമ്മ ചായ്പിലെ ദൈവങ്ങളോട് വഴക്ക് കൂടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടെല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്മാർ യാത്രപ്രിയരായിരുന്നു. കാരണം ഈ സങ്കടങ്ങളൊന്നും കാണാൻ അവർക്ക് കഴിയില്ലായിരുന്നു. അപ്പം അമ്മാവന്മാരുടെ അരികിലാണ് സാധാരണ പെങ്ങന്മാർ ഉണ്ടാവുക. കല്യാണം കഴിച്ച് ഭർത്തൃ വീട്ടിലേക്ക് പോകുക എന്ന് പറയുന്ന പ്രക്രിയയില്ല. മരുമക്കത്തായ സമ്പ്രദായപ്രകാരം കല്യാണം കഴിഞ്ഞാലും സ്ത്രീകൾ എവിടെ തന്നെയാണ് ഉണ്ടാവുക, അമ്മാവൻ്റെ കൂടെ, അമ്മാവൻ്റെ പരിരക്ഷണയിലൊക്കെയാണ്. അവിടെ തന്നെ പല അടുപ്പുകളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ജീവിച്ചു പോന്നിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും അവിടെ എന്താണ്, ബന്ധുക്കളുമായിട്ടുള്ള ഇടപെടലുകളുണ്ട്. അമ്മയ്ക്ക് വലിയമ്മയോടും ചെറിയമ്മയോടെയും പോലെ ഭ്രാന്തില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താ, അവർക്ക് രണ്ടും മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല, മക്കളുണ്ടാകാനിടയില്ല, അല്ലെങ്കിൽ മറ്റാരുടെയോ എന്താണ് പ്രയത്നം കൊണ്ട് അവർ ഭ്രാന്തന്മാരായി മാറിയിട്ടുണ്ടാവാം. എന്തായിരുന്നാലും പഴയ കാലങ്ങളിൽ സ്ത്രീകൾ ഈ അടുക്കളയിൽ ഒതുങ്ങി അതുപോലെ തന്നെ എന്താണ് ഒറ്റപ്പെട്ടവരായിരുന്നു. കാരണം അമ്മാവൻ കൂട്ടിക്കൊടുക്കുന്ന പുരുഷനോടൊപ്പം ചിലവഴിക്കൽ മാത്രമായിരുന്നു സ്ത്രീ ജന്മങ്ങളുടെ പ്രധാന പ്രവൃത്തി. അപ്പം 80 വയസ്സ് വരെയും തൻ്റെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ശ്വാസം മുട്ടി രക്തസമ്മർദ്ദം വർദ്ധിച്ച സമയത്ത് പോലും അടുക്കളപ്പണിയും അതുപോലെ തന്നെ കുട്ടികളെ കഴുകുന്ന കാര്യത്തിലൊക്കെ സജീവമായി ഇടപെട്ടു എന്നാണ്. അത് മരണം വരെയും തൻ്റെ എന്താണ് മനസ്സും ശരീരവും കുട്ടികൾക്കും കുടുംബത്തിനും വേണ്ടി സമർപ്പിച്ച എൻ്റെ വെറും സ്ത്രീയായ അമ്മയെക്കുറിച്ച് സച്ചിദാനന്ദ സാറ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, തീപ്പെട്ടി കണ്ടാൽ കത്തുന്ന വൈക്കോൽ കൂന പോലെയാണ് അമ്മ എന്ന് അദ്ദേഹം പറയുന്നു. അതായത് അത്രമാത്രം വിഷമങ്ങളെ എന്താണ് ഉൾക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അമ്മ, അല്ലെങ്കിൽ ഞാൻ കണ്ട അമ്മ. അപ്പം എല്ലാ ദിവസവും അവർക്ക് ക്ഷയം വന്നു. വൃദ്ധിയല്ല ഉണ്ടായത്, ക്ഷയം. ഇതുപോലെ വയലിൽ നെല്ലിന് വെള്ളം തേകുന്ന ചക്രം ചവിട്ടുമ്പോൾ കുണ്ടിലെ വെള്ളം വറ്റുന്നത് പോലെ അമ്മ വറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ അത്രയും നടന്നിട്ടുണ്ടാവാം. എന്നിരുന്നാൽ പോലും നിറയാത്ത ഒരു എണ്ണ തീർന്ന പട്ടട പോലെ പൊട്ടുന്നു. അതിനെങ്ങനെയാണ് ആ ഒരു കാഴ്ച സച്ചിദാനന്ദ സാറിന് നന്നായി കാണാൻ കഴിയും. എണ്ണ തീർന്നു കഴിഞ്ഞാൽ വിളക്കിലെ തിരി എന്താണ് ഈ രീതിയിലാണ് കത്തുക, പൊട്ടി കളിക്കും. ഇപ്പോൾ അദ്ദേഹം അമ്മയെ എവിടെയാണ് കാണുന്നത്? കറമ്പിപ്പൈക്കളെ പിറകെ ഓടുകയാണ്. ഇവിടെ ചന്ദ്രൻ്റെ തട്ടി പറഞ്ഞ പാൽപാത്രം നേരെ വയ്ക്കുന്നത്. അപ്പം പൗർണമി തിങ്കൾ വിരിയുന്ന നാളുകളിലെ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ഓടി നടക്കുന്ന തൻ്റെ അമ്മയെ നേരിട്ട് കാണുന്നു.
അങ്ങനെ സൂര്യപുലരി കതിരുകളിലൂടെ പേരക്കിടാങ്ങളെ തഴുകാൻ കഴിഞ്ഞിട്ടുന്നത് അത് സൂര്യകിരണങ്ങളിൽ ആരുടെ കൈകളെ കാണാൻ അവർക്ക് കഴിഞ്ഞു. സൂര്യകിരണങ്ങൾക്കിടയിൽ അമ്മയുടെ കൈത്തലങ്ങളെ വരുന്നതായി ആര് സങ്കല്പിക്കുന്നു അല്ലെങ്കിൽ അറിയുന്നു. അതിനു വേണ്ടിയിട്ടാണ് പേരക്കിടാങ്ങളെ കഴുകാനായിട്ട്. എങ്ങനെയാണ് വരുന്നത്? ഇടിമിന്നലിൻ്റെ പൂക്കുല പിടിച്ച് ആണ് വരുന്നത്. ഇടിമുഴക്കത്തോടെ നാളെയെക്കുറിച്ച് അതാണ് വെളിച്ചപ്പെടുന്നത്. അപ്പോൾ ഇടിമിന്നൽ പൂക്കുല പോലെ ചൂടി പിടിച്ച്, എന്നിട്ടെന്താണ്, ഒരു നിറഞ്ഞ കളത്തിലാടുന്ന കോമരത്തെ പോലെ അമ്മ എന്തു ചെയ്യുന്നു? നാളെയെക്കുറിച്ച് വെളിച്ചപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യബിംബത്തിൽ നിന്ന് ഉറപ്പെടുന്ന സൂര്യകിരണങ്ങൾ അമ്മയുടെ കരങ്ങളാണ് എന്നും ആ കരങ്ങൾ തൻ്റെ പൈതങ്ങളെ അല്ലെങ്കിൽ പേരമക്കളെ തലോടുന്നതിനായിട്ട് എത്തിവരുന്നു എന്നും ഇടിമിന്നൽ കതിരുകൾ പിടിച്ചുകൊണ്ട് എന്താണ് നാളെയെക്കുറിച്ച് ആരെ ഓർമ്മപ്പെടുത്തുന്നു? സമൂഹത്തെ വെളിച്ചപ്പാടോടുകൂടി. വെളിച്ചപ്പാട് എങ്ങനെയാണ്? വെളിച്ചപ്പെട്ട് കഴിഞ്ഞാൽ ചൊല്ലിപ്പറയും നാളെ എന്താണ് സംഭവിക്കുക എന്ന്. അപ്പോൾ സച്ചിദാനന്ദ സാറിൻ്റെ ഈ അമ്മ എന്ന കവിത എന്തുകൊണ്ടും വായനക്കാരന് സ്വീകാര്യമായ ഒരു കവിതയാണ്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു സാധാരണ നായർ കുടുംബത്തിലെ അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിലെ ഒരു സ്ത്രീ ഏത് രീതിയിലാണോ ജീവിച്ചു പോകുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യമായി നമ്മുടെ തൊട്ട് ഉരുമിയാണ് സച്ചിദാനന്ദ സാറ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന് എൻ്റെ ഹൃദയംഗമായ നന്ദി, നമസ്കാരം.